എൻ്റെ കടയിൽ ആര് വന്നാലും മായമില്ലാത്ത ഭക്ഷണവും കഴിക്കാം, കാശില്ലാത്തവരാര് വന്നാലും ഞാൻ ആഹാരവും കൊടുക്കും. മക്കളെ, തെരുവ് നായ പോലും ഒരു മനുഷ്യർ ഇത് കണക്ക് അടിക്കത്തില്ല. അത് കണക്ക് തന്നെ എൻ്റെ ഭർത്താവ് അടിച്ച്. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച് ഇനി എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടു. ഇത് കണ്ട ഇത് ഓഫീസത്തിന് എഴുതിയിട്ടിട്ട് 13 മാസമായി മക്കളെ. ഹലോ ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്ത് ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ ആക്കുളത്താണ്. അതായത് വീട്ടിലെ ഊണ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് നിൽക്കുന്നത്. വീട്ടിലെ ഊണെന്നാണ് അതിൻ്റെ കടയുടെ പേര്. ഒരു വീടാണിത്. പക്ഷേ ഈ വീട്ടിലെ ഊണിൽ ഇന്ന് നമ്മൾ കഴിക്കാൻ വന്നിരിക്കുന്ന ഒരു വീട്ടിലെ വച്ചുണ്ടാക്കിയ ഒരു ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി. അതും 2 പീസ് ചിക്കനും മുട്ടയെ കൊണ്ടുപോകുന്നു കേട്ടോ. നമുക്കൊന്ന് അകത്തോട്ട് കയറി കഴിച്ചിട്ട് ബാക്കിയൊന്ന് വിശദീകരിച്ച് പറയാം. 2 പീസും ചിക്കനും മുട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ആ വീട്ടിലെ ഊണിന് പകരം വീട്ടിലെ ബിരിയാണി ഒന്ന് നമുക്ക് കഴിച്ചിട്ട് വരാം. ഓക്കെ, ഇതാണ് നമ്മളെ സ്ഥലം. നമ്മുടെ സീറ്റിംഗ് കപ്പാസിറ്റിക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം ഇവിടുത്തെ നമുക്ക് ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം. ഇലയൊക്കെ നമ്മുടെ ചേച്ചി കൊണ്ട് ഇട്ടിട്ടുണ്ട്. ബിരിയാണി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബിരിയാണി, സ്പെഷ്യൽ ബിരിയാണി വന്നിട്ടുണ്ട്. വീട്ടിലെ ഊണിന് പകരം വീട്ടിലെ ബിരിയാണിയാണെന്ന്. ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണിയാണ്. ഒരു മുട്ടയുണ്ട്, ഇത്രയും പീസും ഒരു മുട്ടയും പപ്പടം സലാഡ് അച്ചാർ, അതെല്ലാം കൂടെ വെറും 100 രൂപയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇത്. ഓക്കെ, നല്ല കുറുവിയ നല്ല മസാലയാണ് കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കാം. ബിരിയാണിയുടെ റൈസും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. ഇങ്ങനെ കുഴച്ച് കുറച്ച് പപ്പടവും കൂടെ എടുത്തിട്ട് പപ്പടവും കൂടെ പൊടിച്ച് സലാഡും കൂടി എടുത്ത് കുഴച്ചങ്ങ് കഴിച്ചു നോക്കാം നമുക്ക്. അല്ലേ, നന്നായിട്ടുണ്ട് കേട്ടോ, കൊള്ളാം. റൈസ് കണ്ട പാകത്തിനുള്ള വേവ, കറക്റ്റ് വേവ. ചിക്കൻ കറി നന്നായിട്ടുണ്ട്, കൊള്ളാം. ചിക്കൻ്റെ മസാല ഉണ്ട നല്ല തിക്ക് മസാലയാണ്, അടിപൊളി മസാല. ഇത് മാത്രം ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഉഗ്രൻ, നന്നായിട്ടുണ്ട്. പിന്നെ റൈസ് കൈമയാണ് കേട്ടോ, നല്ല കറക്റ്റ് വേവാടോ. പിന്നെ മുട്ട എല്ലാം ഉണ്ട്. ഒന്നുകൂടെ കഴിച്ചു നോക്കട്ടെ. മസാലയും കൂടെ ഇട്ട് കുഴച്ച് ഒരു പീസ് ചിക്കൻ, നല്ല ലാർജ് പീസാണ് കേട്ടോ. പീസൊക്കെ ഒരു നല്ല ഫ്രൈ ചെയ്തിട്ടുണ്ട്, നല്ല നൈസ് പീസ്. കുറച്ച് സലാഡും കൂടെ ഇട്ട് മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് പപ്പടം കൂടെ പൊടിച്ച് അങ്ങോട്ട് കഴിച്ചു നോക്കാം. ഇനി ഇത്രയും ചോറ് കഴി. കിടിലം, നല്ല ബിരിയാണിയാണ്. പ്രത്യേകിച്ച് അങ്ങനെ കുറ്റം കാര്യങ്ങളൊന്നും പറയാനില്ല. നെയ്യൊക്കെ ഇട്ടിട്ടുള്ള നല്ല ബിരിയാണി, നെയ്യൊക്കെ നല്ല മണമുണ്ട്, കൊള്ളാം. നമ്മളിവിടെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്. ബാക്കി നമുക്ക് ചേട്ടനോടൊന്ന് ചോദിക്കാം. ചേട്ടോ, ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സജു. സജു, അതെ. ഇവിടെ അടുത്താണോ സ്ഥലം? അതെ, ഇവിടെ ഇപ്പോൾ അടുത്താണ് ജോലി, വർക്കിൻ്റെ കാര്യമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് വരുമോ കഴിക്കാനൊക്കെ? സ്ഥിരമാണ്, ഞാൻ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് വരും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളിവിടുത്തെ ബിരിയാണിയൊക്കെ? ഇത് നമ്മൾ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് നല്ല രുചികരമായ ഭക്ഷണമായിരിക്കും. അപ്പോൾ കഴിക്കുമ്പോൾ നമുക്കൊരു മനസ്സിനും വയറിനും അതുപോലെ ഒരു തൃപ്തി ഉണ്ടാവും. അതെ അതെ. ഇവിടെ നമ്മൾ വരുന്നത് കഴിച്ചാൽ നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു പ്രതീതി നമുക്ക് ഉണ്ടാക്കാം. പ്രതീതിയാണ് കിട്ടുന്നത്. അതാണ് കിട്ടുന്നത്. അപ്പോൾ ടേസ്റ്റ് നമുക്ക് അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും അതുപോലെ ഒരു ഇതുണ്ടാക്കും. നമ്മൾ സാധാരണ ബിരിയാണി കിട്ടുന്നത് ഇപ്പം അതായത് കുറച്ച് ചോറ് ഇട്ടിട്ട് അതിൻ്റെ മണ്ടയിൽ മസാല ഇടും. ചോറ് ഇങ്ങനെ വെച്ചാണ് തരുന്നത്. ഇവിടെ സെപ്പറേറ്റ് ആണ് തരുന്നത്. അതെ അതെ. പക്ഷെ ഞാൻ ഇത്രയും ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇങ്ങനെ പശു തന്നുകൊണ്ട് തന്നെ ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും കിട്ടുമെന്ന്. കാരണം കൈമ റൈസ് നല്ല വേവ് ഉണ്ടാകുന്നു, കറക്റ്റ് വേവാണ്. അതെ, നമുക്ക് അവർക്ക് അതിന്റെ കോമ്പിനേഷൻ കറക്റ്റായിട്ട് അറിയാം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ നല്ല തിക്കായിട്ടുള്ള മസാലയാണ് മൊത്തത്തിൽ തന്നെ. അതെ അതെ അതെ. അത് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ കത്തി കഴിക്കുമ്പോൾ അല്ല, ഇത് മസാലയിൽ പടർന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കഴിക്കുമ്പോൾ അധികമായിരിക്കും, ചിലപ്പോൾ കുറച്ച് കോഴി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ കഴിക്കാൻ നല്ല രസമായിരിക്കും, ആവശ്യത്തിന് എടുത്ത് കഴിക്കാൻ. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ഊണ് എന്ന് പേരിട്ടുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ വീട്ടിലെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുകയാണ്. അതെ, തീർച്ചയായിട്ടും അതാണ് കിട്ടുന്നത്. പിന്നെ വീട്ടിൽ വയ്ക്കുന്ന അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് മായങ്ങളും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഇല്ല. നമുക്ക് അത്രയും വിശ്വസ്ത കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് കഴിക്കുമ്പോൾ ആ വിശ്വസത്തിന് ഉറപ്പ് വരുത്തും കഴിയുന്നതുകൊണ്ടാണ് നമുക്ക് കഴിയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറെ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ദിവസം ഒരാൾ ഫുഡ് കഴിച്ചാൽ വീണ്ടും അവിടെ വരണമെങ്കിൽ
ആ ഫുഡ് അത്രയും ക്വാളിറ്റി ഉണ്ടായിരിക്കണം, അപ്പോൾ കഴിക്കാൻ ടേസ്റ്റി ഉണ്ടായിരിക്കണം. പക്ഷെ ഇത് എങ്ങനെ 100 രൂപയ്ക്ക് മുതലാണെന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല. അത് എനിക്ക് തോന്നുന്നു ലാഭമല്ല പ്രതീക്ഷിക്കുന്നത്. ഈ വരുന്ന ആളുടെ മനസ്സ് നിറയ്ക്കുമോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഫുഡ് അതുപോലെയാണ് അവർ റിസർവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കിട്ടുമ്പോൾ തോന്നുന്നു നമ്മളെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതിൽ തോന്നുന്നു പ്രതീതി നമുക്ക് ഉണ്ടാക്കാറുണ്ട് കഴിക്കുന്ന സമയത്ത്. കഴിക്കുന്നവരുടെ, അതായത് കഴിക്കാൻ വരുന്നവരുടെ മനസ്സ് നിറയ്ക്കുക, അതായിരിക്കും ചേച്ചി ലക്ഷ്യമിടുന്നത്. കാരണം ഇതൊന്ന് നോക്കി, 2 പീസ് ചിക്കൻ ഉണ്ട്, 2 പീസ് ചിക്കനും പിന്നെ മുട്ട, പപ്പടം, സലാഡ്, അച്ചാർ, ഇത്രയും ചോറ്, നല്ല ക്വാണ്ടിറ്റിയിലാണ് റൈസ് തരുന്നത് അല്ലേ ചേട്ടാ? എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തിലൊക്കെ വരണമെങ്കിൽ ഇതാ ഈ വരല് ഫുഡ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കിട്ടത്തില്ലെന്നാണ്. അതെ അതെ. പിന്നെ എസൻസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. അത് നമുക്ക് ഇത് തിന്നുമ്പോൾ എന്തെങ്കിലും നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു മത്ത് തലവേദന അതൊന്നും ഫീൽ ചെയ്യാം. അതായത് ഇപ്പൊ എസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ക്ഷീണം, നല്ല ക്ഷീണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് റെസ്റ്റ് എടുക്കണം, ഉറങ്ങണമെന്നൊക്കെ ഉള്ള ക്ഷീണം. ഇത് അങ്ങനെ തോന്നാം. നമുക്ക് പഴയ പോലെ തന്നെ എനർജറ്റിക് ആയിട്ട് തന്നെ വീണ്ടും ജോലികളിൽ ഏർപ്പെടാൻ പറ്റുന്നുണ്ട്. അതെ അതെ. പിന്നെ എങ്ങും സത്യം പറഞ്ഞാൽ ഈ നെയ്യ് ഇങ്ങനെ ഒഴിച്ചുള്ള പരിപാടി എങ്ങും ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഒരു സ്പെഷ്യൽ ചെയ്ത് തോന്നുന്നു. നല്ല മണമുണ്ട്, അതായത് നെയ്യിലെ ഒരു മണം നമുക്ക് നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അത് ഫുഡ് നമ്മളെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മണവും കാഴ്ചയും അതുപോലെ തന്നെ രുചിയും കൂടെ ഇതെല്ലാം ചേരുമ്പോഴാണ് രുചി കറക്റ്റായിട്ട് കിട്ടുന്നത്. അതെല്ലാം അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് അവരത് ആൾക്കാരുടെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പാചകം ചെയ്യുന്നതെന്ന് കരുതുന്നു. അതെ അതെ. നമ്മളിപ്പോൾ ഏതെങ്കിലും കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മായമാണ്, ചില കടകളിലൊക്കെ മായമാണ്, പിന്നെ എസൻസിന്റെ കുറെ രുചിക്ക് വേണ്ടി പലതും ചേർക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസമായിട്ട് കഴിക്കുകയും ചെയ്യാം. ഒരു ഓർഗാനിക് ഫുഡ് നമുക്ക് കിട്ടുകയും ചെയ്യാം. നമ്മുടെ ഹെൽത്ത് നോക്കുന്ന അതേ രീതിയിലുള്ള ഫുഡ്, കഴിക്കുന്നതിന്റെ ആരോഗ്യം കൂടെ പ്രധാനം കൊടുക്കുന്നുണ്ടാവും. അതല്ലേ ഇങ്ങനെ ഉണ്ടാക്കത്തില്ല. അതെ, തീർച്ചയായിട്ടും. പക്ഷെ അതിലും പറഞ്ഞ ഫുഡ് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് പ്രൈസും കോസ്റ്റ്ലിയാണ്. അതാണ് ഏറ്റവും വലിയ കറക്റ്റ് കാര്യം. ഇവിടെ നമുക്ക് വെളിയിൽ തന്നെ പ്രതീക്ഷിക്കാം ഇത് കഴിക്കാൻ ആഗ്രഹം വരുന്ന ആൾക്കാരുടെ ക്യൂവാണ്. ഇപ്പോൾ ഈ ഒരു സന്ദർഭം കഴിഞ്ഞാൽ എന്ന് തിരികെ തന്നെ സമയം കിട്ടാറില്ല. നമുക്ക് ആദ്യം വരുന്നവർ കഴിച്ചിറങ്ങിയാൽ അടുത്ത ആ രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, ക്വാളിറ്റി എത്രത്തോളം ആൾക്കാരെ കൊണ്ടുവരുന്നെന്ന് മനസ്സിലാക്കാൻ കഴിയും വെളിയിൽ തന്നെ. നല്ല രീതിയിൽ കൊടുക്കുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ ആൾ വരും, അത് 100% ഉറപ്പാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അവർക്ക് വിശ്വാസമാണെങ്കിൽ, അവർക്ക് ഫുഡ് നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് വന്നിരിക്കും അല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. അത് പിന്നെ ഓക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഴിക്കട്ടെ കേട്ടോ, എന്നിട്ട് ബാക്കി പറയാം. ഇതേ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചേണ്ട തീരാറായി, കുറച്ചുകൂടിയേ ഉള്ളു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അവിടുത്തെ ബിരിയാണി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ ഒരു മായവും ഇല്ല, എസൻസ് ഒന്നുമില്ല. ഞാൻ കൂടുതൽ വലുതായിട്ട് ഞാൻ പറയുന്നൊന്നുമില്ല. ബിരിയാണി അതായത് നല്ല രീതിയിൽ നമുക്ക് വന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു മാന്യമായിട്ടുള്ളൊരു ബിരിയാണി. നമ്മൾ വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്ന അതേപോലെ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കഴിയാം, ധൈര്യമായിട്ട് കഴിയാം കേട്ടോ. എന്തായാലും നിങ്ങൾ ഇവിടെ വരണം, വന്ന് കഴിക്കണം. ഞാൻ ഒന്ന് കഴിക്കട്ടെ, തീർക്കട്ട്. മാന്യമായിട്ടുള്ളൊരു ബിരിയാണി കൊള്ളാം. പക്ഷെ മസാല ഉഗ്രനാണ് കേട്ടോ, അടിപൊളി മസാല. കണ്ട കുറച്ച് നെല്ലിക്കച്ചാറാണ്, റോഡം കഴിയാം. കൊള്ളാം. ഇനി നമുക്കൊന്ന് ഏലമടക്കാം. എന്നിട്ട് കഞ്ഞിവെള്ളം, ഇവിടെ കൂടുതൽ കഞ്ഞിവെള്ളമാണ് എല്ലാവരും മേടിക്കുന്നത്, കൂടുതൽ കഞ്ഞിവെള്ളമാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാണ്, ഇവിടെ വന്ന് കഴിക്കണം. ലൊക്കേഷൻ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. നല്ലൊരു ബിരിയാണിയാണ്, ഇവിടെ വന്ന് കഴിച്ചേ പറ്റത്തുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ ഹെൽത്ത് നന്നായിട്ട് നോക്കുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് കഴിക്കണം കേട്ടോ. ഓക്കെ, അതെ, നമ്മളെ ചേച്ചി ഇവിടെ നിൽപ്പുണ്ട്. ചേച്ചിയാണ് ഇവിടെ വീട്ടിലെ ഊണും അതേപോലെ ബിരിയാണി എല്ലാം ഉണ്ടാക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ചേച്ചിയോട് ചോദിക്കാം. നമ്മൾ വേറെ കാരണം, അകത്ത് വലിയ സ്പേസ് ഇല്ല, ഫുൾ ആളാണ് ഇപ്പം. അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുറത്ത് നിന്ന് സംസാരിക്കുന്നത്. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് ഷീബ. ഓക്കെ, ചേച്ചി ഇപ്പൊ എത്ര നാളായി കടയൊക്കെ തുടങ്ങി? ഞാൻ ഇവിടെ കട തുടങ്ങിയിട്ട് 7 മാസമായി. 7 മാസമായല്ലേ? ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? ബിരിയാണി ഇവിടെ കാലത്തെ 6 മണി തൊട്ട് ചായ, ഇഡ്ഡലി, ദോശ, ഇടിയപ്പം, ബെറോട്ട, ചിക്കൻ, ബീഫ് എല്ലാം ആവും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണും 11 മണിയാകുമ്പം ബിരിയാണി, പിന്നെ ഊണ് എല്ലാം. ഊണിന് പിന്നെ ഇത് മീൻകറി, സാമ്പാർ, പരിപ്പ്, തോരൻ, അവിയൽ, പച്ചമുളക്, രസം, അച്ചാർ, മീൻകറി, മീൻ പൊരിച്ചു. ഓക്കെ, പിന്നെ ബിരിയാണി ബീഫ് ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്. ബിരിയാണിക്ക് ബീഫ് ബിരിയാണി ഉണ്ടല്ലേ? ബീഫ് ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്. ബിരിയാണിക്ക് സലാഡ്, അച്ചാർ, മുട്ട, പപ്പടം. ഓക്കെ, ചിക്കൻ്റെ പീസ് 2 അല്ലേ വരുന്നത്? ഓക്കെ, 2 പീസ് ചിക്കൻ. ഞാനിപ്പോൾ പറയുമ്പോൾ കഴിച്ചേ ഉള്ളൂ, പിന്നെന്തിനാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ മുട്ട എല്ലാം കൂടെ ഉണ്ട്. 100 രൂപയല്ലേ ചേച്ചി ബിരിയാണി? 100 രൂപ. ഓക്കെ, അപ്പോൾ ബിരിയാണി അടുത്തിടയ്ക്കാനും തുടങ്ങിയാണോ? ഇല്ല, ഞാൻ ഇവിടെ തുടങ്ങിയ സമയത്ത് എനിക്ക് ഇതിൽ നിന്നും കച്ചവടം ഉണ്ടായിരുന്നു.
വേറൊരു താത്ത അവർ വന്ന് ഞാനറിയാം, ഞാൻ തിരക്കേണ്ട അടുക്കളയിൽ കൈയുടെ ബുദ്ധി കൊണ്ടുകൊണ്ട് കൈ ഓപ്പറേഷത്തിന് എഴുതിയിട്ടിട്ട് 10-11 മാസമായി ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്ക് ആ താത്തേനെ കൂടെ സഹായത്തിന് വിളിച്ചിട്ട് ആ താത്ത ഞാൻ മീൻ വരിക്കും, അവർ ഊണ് പൊതിയും. എനിക്ക് പൊതിയായി കൈക്ക് വേദന കാരണം പറ്റത്തില്ല, അതുകൊണ്ട് ആ താത്ത പൊതിയ വരുന്നു. അവസാനം അവർ പൈസ അടിച്ചു മാറ്റി അങ്ങനെ അവരെ പറഞ്ഞു വിട്ടു. അപ്പം പിന്നെ ഞാൻ തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പം 4 ജോലിക്കാരുണ്ട്. കുഴപ്പമില്ല. എനിക്ക് ഒരുപാട് കടബാധ്യതയുണ്ട്. അപ്പം അത് തീർക്കണം. എൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എൻ്റെ കടം വീട്ടണം. കന്നാലി പശുവിനെ മേടിച്ചതാണ്. അല്ല, പുള്ളിക്കാരി പൈസ കൊണ്ടുപോയെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതിൽ നിന്നാണോ കടബാധ്യത വന്നത്? ഇല്ല, എനിക്ക് കടബാധ്യത വന്നാണ് ഞാൻ ഇവിടെ ഈ ഒരു കടയിലേക്ക് വന്നത്. പിന്നെ കൊച്ചുങ്ങളെ നോക്കാൻ നിന്ന് ഹോസ്റ്റലിൽ. പിന്നെ അവിടെ നിന്ന് ആണെങ്കിൽ ഈ കട എടുക്കുന്നു. ഈ കട മാത്രമല്ല, ഞാൻ പിന്നെ തമ്പുരാൻ തട്ടുകടയിൽ മേലിൽ നിന്ന്, അനിയമ്മൻ്റെ കടയിൽ, പിന്നെ വെമ്പാലവട്ടത്ത് 2 കടയിൽ നിന്ന്. ആ കടയിലെന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച കണക്ക് ആരും അനുഭവിച്ചിട്ടില്ല. 6 മണിക്ക് അവിടെ എത്തും. 6 മണിക്ക് അവിടെ എത്തിയാൽ അങ്ങേർക്ക് 50 ഇഡ്ഡലി, 20 പുട്ട്, അത് പിന്നെ ഗോതമ്പ് പുട്ട്, അരിപ്പുട്ട്, അതേപോലെ 5 ഐറ്റം കറി, മുട്ടക്കറി, കുറുമക്കറി, സാമ്പാർ, ചമ്മന്തി, കടലക്കറി, അങ്ങനെ 5 ഐറ്റം കറി. അത് 7 മണി ആകുമ്പോൾ അങ്ങേര് വണ്ടി പിടിച്ചിടും. വീട്ടിൽ നിന്ന് വേവിച്ചാൽ മറ്റൊരു സ്ഥലത്ത് പോകണം. അവിടെ ഞാൻ പെട്ടിട്ടുള്ള കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഇപ്പോഴും ഊഹിക്കാൻ പറ്റത്തില്ല. ആ 7 മണിക്ക് അത് ശരിയായില്ലെങ്കിൽ അങ്ങനെ വായിരിക്കുന്ന മൊത്തം കേൾക്കണം. അവിടെ നിന്നും ആ 7 ചിലപ്പോൾ 7:30 ആയിപ്പോവും. അത് കൊടുത്തു വിടും. അത് കഴിഞ്ഞിട്ട് 10 മണിക്ക് അടുത്ത വണ്ടി, 10-10:30 ആകുമ്പോൾ അടുത്ത വണ്ടി പിടിച്ചിടും. അപ്പോഴും 10 മണിക്ക് അവർ മീൻ എവിടെ നിന്നെങ്കിലും കൊണ്ടുവരേ ഉള്ളൂ. അവിടെ ആഹാരം ഇത് കണക്ക് 10 കിലോ അരിയുടെ ചോറാവണം, 5 കിലോ അരിയുടെ ബിരിയാണി ആവണം, പിന്നെ ഇറച്ചി, ബീഫ്, ചിക്കൻ, മീൻകറി, മീൻ പൊരിച്ചോ, സാമ്പാർ, പരിപ്പ്, തോരൻ, സകല കറി. 11:30 മണിക്ക് 10:30 മണിക്ക് അങ്ങേർക്ക് കൊടുത്തില്ലെങ്കിൽ അങ്ങേർക്ക് ഭയങ്കര വഴക്കം. എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു 3 ആഴ്ച പോയപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഒരു കട എടുത്താൽ എനിക്ക് ഇത്രയും ഞാൻ കഷ്ടപ്പെടുന്നത് സ്വന്തമായിട്ടാണെങ്കിൽ എനിക്ക് അതിലൊരു 5000 രൂപ എനിക്ക് എടുക്കാൻ കിട്ടും. അപ്പോഴെൻ്റെ കട ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ കട ഏതാണ്ട് ഒരു 2 വർഷം കൊണ്ട് തീരും. അങ്ങനെയാണ് മക്കളെ ഇവിടെ ഈ കട ഞാൻ തുടങ്ങുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ കടയിൽ. ഈ കഷ്ടപ്പെട്ട ഇവിടെ പാത്രം കഴുകി ഉണ്ടാക്കിയതാണ് ഈ കട. ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ കടം 1 രൂപ പോലും മേടിച്ചിട്ടുണ്ടെങ്കിലും കൊടുത്തു തീർത്ത ഈ മണ്ണെന്ന് ഞാൻ പോകും. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളുപ്പകാലത്ത് 3 മണിക്ക് എണീക്കുന്നതാണ്. 3 മണിക്ക് എണീക്കും. രാത്രി കിടക്കുമ്പോൾ 1:30 മണിയാവും മക്കളെ. അപ്പം എനിക്ക് എൻ്റെ കടം വീട്ടണം. എൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. എനിക്ക് കിട്ടിയ, എനിക്ക് പറ്റിപ്പോയ കടങ്ങൾ വീട്ടുക. ചേച്ചി പേടിക്കണ്ട, അതെല്ലാം റെഡിയാവും കേട്ടാ. റെഡിയാവും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ചേച്ചി വേറെ ഒന്നും വിചാരിക്കണ്ട കേട്ടാ, ശരിയാവും കേട്ടാ. ശരി. പിന്നെ എന്തായാലും ഇവിടുത്തെ ബിരിയാണിയെ പറ്റി പറയണമെങ്കിൽ എനിക്ക് വേറെ വാക്കുകളൊന്നുമില്ല. ഇവിടെ ഒരു എസൻസ്, ഒരു മായവും ഇല്ല ഇവിടുത്തെ ബിരിയാണി. അതാണ് ഏറ്റവും വലിയ അച്ചാർ പോലും ഞാൻ അതാണ് അച്ചാർ. നമ്മളിപ്പോൾ ബിരിയാണി കഴിക്കുമ്പോൾ തന്നെ അച്ചാർ തന്നെ ഇപ്പോൾ വെളിയിൽ നിന്ന് മനസ്സിലായില്ലേ, വിനാഗിരി അതൊക്കെ ഇട്ട് വരുന്നതാണ്. അതായത് മായം ഉൾപ്പെട്ട് വരുന്ന അച്ചാറുകളാണ്. ഇവിടെ അതൊന്നുമില്ല. ചേച്ചി തന്നെ സ്വയം ഉണ്ടാക്കുന്ന അച്ചാറാണ് അല്ലേ? എല്ലാം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. ഞാൻ ഒന്നും വെളിയിൽ നിന്ന് ഒരു സാധനം മേടിച്ചില്ല. ഇപ്പം ബിരിയാണി തന്നെ എസൻസിൻ്റെ കളിയാണ് കൂടുതൽ. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു കാര്യമേ ഇവിടെ ഇല്ല. ഒന്നുമില്ല, എസൻസ് എന്ന് പറയുന്ന കാര്യമില്ല. എന്തുകൊണ്ടാണ് ചേച്ചി എസൻസ് ഒന്നും ചേർക്കാത്തത്? എസൻസ് ഒന്നും ചേർക്കാത്തതെന്ന് പറഞ്ഞാൽ ഇവിടങ്ങളിൽ ഈ ഫ്ലാറ്റിൽ നിന്ന് വരുന്നവരും ഇല്ലാതെ വരുന്ന ജോലിയുള്ള നല്ല ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് കയറിയിരുന്ന് കഴിക്കുന്നത്. അപ്പോഴെൻ്റെ മനസ്സിൽ കോർപ്പറേഷൻ പരിധിയാണ്. നമ്മൾ വല്ല എസൻസ് വല്ലതും ചേർത്ത് അവർ വന്ന് പിടിച്ചാൽ അത് കുറ്റം. വേണ്ട, നമ്മളും കഴിക്കുന്നല്ലേ, മായം വേണ്ടെന്ന്. നല്ല കാര്യം. അതെ കണക്ക് അച്ചാറിന് എല്ലാവരും വിനാഗിരി ചേർക്കും. ഞാൻ പറയും വിനാഗിരി ചേർക്കണ്ട, നമ്മൾ അന്നോടൊന്ന് ഇട്ട് കൊടുക്കുന്നതാണ്. അതിന് വിനാഗിരി വേണ്ട. ഞാൻ വിനാഗിരി അതുകൊണ്ടാണ് കൂടുതൽ പേരും വിശ്വസിച്ച് വന്ന് കഴിക്കുന്നത്. ഇവിടെ നിന്ന് ഈ ഫ്ലാറ്റുകളിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ വെളിയിൽ നിന്ന് ജോലി ഒരു പയ്യൻ വന്ന് ഇവിടെ കണിയാപുരത്തുള്ളതാണ്. അവൻ വന്ന് ആഹാരം ഒന്ന് മേടിച്ചിട്ട് പോയി. അവസാനം അത് 20 ഊണായി. നമ്മൾ കൊടുക്കുന്ന ആഹാരം നല്ലതാണ്. അപ്പോൾ എൻ്റെ പറയും ചേച്ചി നല്ല ഫുഡാണ് ചേച്ചി, ഞങ്ങൾ എവിടെ പോയാലും ഡോക്ടർമാർ വരുന്നുണ്ട്, പിന്നെ വിളിക്കും എന്നെ. ഇന്നിപ്പം 11 മണിയപ്പോൾ ഒരു ഡോക്ടർ വന്നിട്ടാണ് പോയത്. മീൻകറി എന്ന് വെച്ചാൽ മീൻകറി ഇവിടെ തലക്കറി എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം മീൻ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് തലക്കറി വയ്ക്കാത്തത്. തലക്കറിയും മരച്ചീനിയും ശരിക്കും ചിലവാകുന്നത്.
ചേച്ചി ബിരിയാണി ഇവിടെ എത്ര നാളായി കൊടുത്തു തുടങ്ങിയിട്ട്? ഇവിടെ ഞാൻ കൊടുത്തു തുടങ്ങി, ഈ കട തുടങ്ങിയതിൻ്റെ അന്ന് വെച്ചില്ല, പിറ്റത്ത് തൊട്ട് ബിരിയാണിയും ചോറും എല്ലാം കൂടെ തന്നെ ഇവിടെ. എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ചേച്ചി കരയൊന്നും ചെയ്യരുത് കേട്ടാ. ചേച്ചി പേടിക്കൊന്നും വേണ്ട, വിഷമിക്കണ്ട, എല്ലാം ശരിയാവും കേട്ടോ. കടബാധ്യത എല്ലാം ശരിയാവും കേട്ടോ. കേട്ടോ? കേട്ട് എന്തായാലും നല്ല രീതിയിൽ ചേച്ചി ദൈവം എല്ലാം കാണുന്നുണ്ട്. നല്ല രീതിയിൽ ഫുഡ്. പിന്നെ ഒരു ദിവസം ഇവിടെ എത്ര കട ഉണ്ടെങ്കിലും 2 പേർക്കെങ്കിലും ഞാൻ ഫ്രീ ആയിട്ട് അന്നം കൊടുക്കാതിരിക്കത്തില്ല. അത് ഇവിടെ ഇതിലേ വരുന്ന ആട്ടോക്കാർ ഏതൊക്കെയോ സ്ഥലത്തുനിന്ന് കഞ്ഞോളത്തിന് ഒരു നേരം ആകുമ്പം ചേച്ചി കഞ്ഞോളം റെഡിയായ 15 കിലോ അരിയുടെ ചോറ് വയ്ക്കുന്ന കഞ്ഞോളം മൊത്തം ഈ കടയ്ക്കകത്ത് തീരുന്നതാണ്. ആരൊക്കെ എന്തോന്നറിയത്തില്ല, അവരെയൊക്കെ വീട്ടിൽ അത് എടുത്ത് കളയുന്നതാണ്. പക്ഷേ ഇതേണൊക്കെ പോകുമ്പോൾ അതൊരു ക്ഷീണം മാറാൻ ഒരുപാട് പേര് വരാറുണ്ട്. എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. പിന്നെ ഇന്നലെ തന്നെ ഒരാൾ വന്നിട്ട് എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും തരുമോ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ തന്നെ ഞാൻ പാചകത്തിന് എന്നാണ് എന്നോട് പറയുന്നത്, ഒരു കാപ്പി ആ പുള്ളിക്കാരനെടുത്ത് കൊടുക്കും, പൈസ മേടിക്കണ്ട, കൊടുക്കും. അപ്പോൾ എൻ്റെ പറയും പൈസ കൊടുക്കണ്ട, കൊണ്ടു. അതേ കണക്ക് ഞാൻ എത്രയെങ്കിലും പേരൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല മനസ്സാണ് ഇത്, മിക്കുള്ള ആർക്കും വരത്തില്ല ഇതുപോലുള്ള മനസ്സ്. എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഭർത്താവിന് മനസ്സിലായിട്ടില്ലായിരിക്കും, പക്ഷെ എന്നെ സഹകരിക്കുന്ന എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ എന്തുണ്ടെങ്കിലും കൊടുക്കും. ചേച്ചി എന്തായാലും നല്ല രീതിയിലാണ് ഫുഡ് കൊടുക്കുന്നത്, നല്ല രീതിയിലാണ് ഇവിടെ എല്ലാ ഭക്ഷണവും കൊടുക്കുന്നത്. ചേച്ചി നല്ല രീതിയിൽ തന്നെ ഇനി മുന്നോട്ട് പോവുകയും ചെയ്യും കേട്ടോ. ചേച്ചി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, ചേച്ചി പേടിക്കായി മുന്നോട്ട് നല്ല രീതിയിൽ പോകും കേട്ടോ. ഓക്കെ, ചേച്ചി വളരെ ഇമോഷനാക്കി കളഞ്ഞു. ഹലോ ഗൈസ്, അപ്പോൾ ഉള്ള കാര്യം പറയാമല്ലേ, ഇപ്പോൾ ചേച്ചി പറഞ്ഞാൽ നിങ്ങളും കേട്ടല്ലോ, അവർ വല്ലാണ്ട് ഇമോഷനായിപ്പോയി, ഞാനും ഇമോഷനായിപ്പോയി, എന്തോ ഒരുമാതിരി ആയിപ്പോയായിരുന്നു. എന്തായാലും ഒരു പാവം ചേച്ചിയാണോ, ഇഷ്ടംപോലെ കഷ്ടപ്പെട്ട് വന്നൊരു ചേച്ചിയാണ്, ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ചേച്ചിയുടെ സ്വയം കട ബാധ്യതകളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ചേച്ചി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ടാവുന്ന നിങ്ങളും ചെയ്യുക കേട്ടോ. ചേച്ചി പിന്നെ ഇവിടെ ഓർഡർ അനുസരിച്ചാണ്ടേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് ഫുഡെല്ലാം ഓർഡർ അനുസരിച്ച് ചേച്ചി ചെയ്തു കൊടുക്കുന്നുണ്ട്. വിളിക്കേണ്ട നമ്പർ ഇതേ ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വേണമെന്നുള്ളൊരു ഇതിൽ വിളിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നമുക്ക് കഴിക്കാം. ഒരു മായവും ഇല്ല, ഒന്നുമില്ല. ഞാൻ ഇപ്പം കഴിച്ച ബിരിയാണിയിൽ ഞാൻ പറയണത് ഒരു എസൻസും ഇല്ല, ഒന്നുമില്ല. നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന അതേ ആഹാരമാണ് ഇവിടെ ചേച്ചി കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ ഒന്ന് സഹായിക്കും കേട്ടോ. നിങ്ങൾ കാണുകയല്ലേ വീഡിയോ, പറ്റുന്നല്ല എല്ലാവരും ഒന്ന് എന്തായാലുമൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളൂർ ആക്കുളം റോഡാണ്. അതായത് ഉള്ളൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ആക്കുളം എത്താൻ നേരത്തെ തന്നെ ദ ഹെവൻ സൂപ്പർ മാർക്കറ്റ് ആൻഡ് അപ്പാർട്ട്മെൻറ്റ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഈ ബിൽഡിംഗ് ആണ് കേട്ടോ. ഈ ചെറിയ ബിൽഡിംഗ് ആണ്. വീട്ടിലെ ഊണുണ്ട്, ബിരിയാണി, ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ ഇവിടെ നമ്പറുണ്ട്, അതിൽ വിളിച്ച് പറയുക. അപ്പോൾ അവർ ഓർഡർ അനുസരിച്ച് എത്തിച്ചേരും. അതുപോലെ വന്ന് കഴിക്കാനും ശ്രമിക്കുക. നല്ലൊരു വീട്ടിലുണ്ടാക്കുന്ന അതേ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇനി.